ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങൾക്ക് ഞങ്ങൾ തരുന്ന ഉറപ്പ് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാ വിധത്തിലുള്ള ജോബ്, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ്, ഇന്റർവ്യൂ അപ്ഡേറ്റ്സുകൾ അത് കേന്ദ്ര സർവീസിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസോ മറ്റ് സ്കൂൾ വിദ്യാർത്ഥികളോ ആണെങ്കിൽ എക്സാം റിലേറ്റഡ് അപ്ഡേറ്റ്സും മറ്റ് സ്റ്റഡി ടിപ്സും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ഉപകാരപ്പെടും. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം തൊഴിൽ അന്വേഷിച്ച് നടക്കുന്ന പ്രധാനമായും എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന പലർക്കും ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് ഡേറ്റ് December 14 വിശദമായിട്ട് തന്നെ വരാം. നിങ്ങൾ ഈ തമ്മിലിൽ കണ്ട പോലെ 1,00,000-നടുത്ത് സാലറി കിട്ടുന്ന ഒരു ജോബ് പോസ്റ്റ് ആണ് എന്നുകൂടി മനസ്സിലാക്കാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നോക്കാം എന്താണ് ഇപ്പോഴത്തെ ഒഴിവ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി പോസ്റ്റിനകത്ത് ഫീൽഡ് ഓഫീസറായിട്ട്, അതായത് ടെക്നിക്കൽ പോസ്റ്റാണ്. അതിൽ 280 ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ ഒഴിവുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് December 14 വരെയാണ്, ഈ 2025 December 14 വരെയാണ് ആപ്ലിക്കേഷനുകൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ അവസാന ഡേറ്റ്. ഇനി എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്. അതായത് നിങ്ങൾ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ, ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ് അതുപോലെയാണ് പഠിച്ചതെങ്കിൽ അറ്റ്ലീസ്റ്റ് MSc വേണം. ഇനി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം നിങ്ങൾക്ക്, അത് പൂർത്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗേറ്റ് സ്കോർ വെച്ചിട്ടാണ് ഡയറക്റ്റ് അവർ ചെയ്യുന്നത്. ഗേറ്റ് സ്കോറാണ് അവർ കൺസിഡറിങ് ഫാക്ടറായിട്ട്, എലിജിബിലിറ്റി ഫാക്ടറായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2023, 24, 25 ഗേറ്റ് എക്സാം എഴുതി സ്കോർ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ ഈ വിഭാഗത്തിൽ പെടുന്നില്ല, നിങ്ങൾ സാധാരണ ഒരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നവർക്ക് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്തേക്കാം, മടിക്കേണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ ഡേറ്റിനെ കുറിച്ച് പറഞ്ഞു, റിക്രൂട്ട്മെന്റ് ഗേറ്റ് സ്കോർ വെച്ചാണെന്ന് പറഞ്ഞു. എന്നിട്ടും MSc-കാർക്കും BTech കഴിഞ്ഞവർക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് 30 വയസ്സിന് കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അതായത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 ആണ്. ഇനി കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ജിയോളജി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി ഈ പറയുന്ന നിരവധി, ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ചെറിയ ഫീൽഡുകൾ മാത്രമാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലാണ്, ഏതെങ്കിലും ഒരു മേഖലയിലാണ് നിങ്ങൾ പഠിച്ചത്, MSc ചെയ്തത്, അതുമല്ല എങ്കിൽ BTech കഴിഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജുകളാണ്, ഗവൺമെൻറ് പോസ്റ്റാണ്, ടെക്നിക്കൽ പോസ്റ്റാണ്. സോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മടിക്കേണ്ട. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി, ഇന്റേൺഷിപ്പ് അപ്ഡേറ്റ്സ്, പ്ലേസ്മെൻറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് എവിഡൻസ് എല്ലാത്തിനും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാം.